അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്, നോമ്പൊക്കെ കഴിയാറായല്ലേ? അങ്ങനെ അതാ പെരുന്നാളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് ആശംസകൾ. അപ്പോൾ നമുക്ക് പെരുന്നാളിന് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് കാസർഗോഡ് രീതിയിലുള്ള ഒരു പെരുന്നാൾ കംപ്ലീറ്റ് വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന. രാവിലെ മുതൽ നമുക്ക് വൈകുന്നേരം വരെ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതും അതുപോലെ പെരുന്നാളിന് കാസർഗോഡൊക്കെ കുറേ മുമ്പേ പെരുന്നാളപ്പങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്, ഡ്രൈ സ്നാക്ക്. അത് കുറേ ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തലേന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ബീഫ് കുരുമുളകിട്ട് വറ്റിച്ചത്. പിന്നെ നമുക്ക് വറ്റിച്ച് അവസാനം ചെറിയൊരു സംഭവം മാത്രം നമ്മൾ രാവിലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമുക്ക് പണിയൊക്കെ കുറച്ച് ഈസിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വറ്റിച്ചെടുക്കുന്ന സംഭവം മാത്രം രാവിലെ ചെയ്താൽ മതി. നമുക്ക് രാവിലെ ഇനിയിപ്പോൾ ദോശയുടെ കൂടെയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കൽ രാവിലെയാണ് കേട്ടോ. രാത്രി തന്നെ ചില ദിവസങ്ങളിൽ രാത്രി ഉണ്ടാക്കി വെക്കലുണ്ട് പഴംപൊരി ആണെങ്കിലും. അതുപോലെ കിഴങ്ങ്, നമ്മളെ മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് പഴംപൊരി പോലെ തന്നെ നമ്മൾ അരി വെച്ചിട്ടാണ് കേട്ടോ, മൈദ വെച്ചിട്ടല്ല. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലുണ്ട് കാസർഗോഡ്. അതൊക്കെ ചിലപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെക്കലുണ്ട്, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. അതൊക്കെ അന്നന്ന് ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിക്കാനൊക്കെ ടേസ്റ്റ്. പഴംപൊരി ആണെങ്കിലും പിന്നെ ഈ ഒരു കീങ്ങാഴ്ച എന്ന് പറയും, മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള സംഭവം. അങ്ങനെ ഇതിപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനാണ്. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കാസർഗോഡൻ രീതിയിലുള്ള പഴംപൊരിയാണ് കേട്ടോ. മൈദയും മുട്ടയും ഒരിച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കും. നമ്മളുണ്ടാക്കിയ ആ ഒരു ബീഫ് വറ്റിച്ചത് ഈ ഒരു പഴംപൊരിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്കിനിയിപ്പോൾ വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെയൊക്കെ കുറച്ച് ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. രാവിലെ തന്നെ അങ്ങനെ ഭയങ്കര രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കൽ കുറവാണ്. ചില ഇതിൽ എൻ്റെ നാട്ടിലൊക്കെ ചില ഭാഗത്തൊക്കെ പഴംപൊരി മാത്രം രാവിലെ കഴിക്കലുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയെടുക്കാതെ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഞാൻ നീർദോശ അല്ലെങ്കിൽ തലേന്ന് അരച്ച് വെക്കുന്ന എന്തെങ്കിലും അപ്പം, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, വെള്ളപ്പം പോലെ തന്നെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യലുണ്ട്. വെള്ളപ്പം ആ ഒരു രീതിയിൽ തന്നെ അല്ല, നമ്മൾ തട്ടുദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഞാൻ കുറേ രീതിയിലത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഇതിപ്പോൾ നീർദോശക്കുള്ള ബാറ്ററാണ്. നമ്മൾ സാധാ നീർദോശക്കുള്ള അരിയും തേങ്ങയും, 1 കപ്പ് അരിയാണെങ്കിൽ അതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ടാണ് ഞാൻ നീർദോശ ഉണ്ടാക്കിയെടുക്കൽ, ചോറ് ചേർക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ. എന്നിട്ട് നീർദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇതിന് നമുക്ക് ഈസിയാണ്. തലേന്ന് നമുക്ക് അരച്ച് വെക്കാം കേട്ടോ. നീർദോശക്ക് കുറേ ദിവസം 2 ദിവസം മുമ്പൊക്കെ അരച്ച് വെക്കുന്ന അത്ര നല്ലതല്ല, തലേന്നൊക്കെ അരച്ച് വെക്കാം രാത്രിയൊക്കെ. അപ്പോൾ രാവിലെ കുറച്ച് ഈസി ആകും. കുറച്ച് ഇതുപോലെ ലൂസായിട്ടുള്ള ബാറ്ററാണ്. എന്നിട്ട് നീർദോശ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതിന് നമുക്ക് ആ ഒരു കറിയൊക്കെ നല്ല രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചാൽ വറ്റിച്ച കറിയൊക്കെ ഇതിന് നല്ല കോംബോയാണ് കേട്ടോ നീർദോശക്ക്. അല്ലാന്നുണ്ടെങ്കിൽ കാസർഗോഡ് മുളകരച്ച കറി ഉണ്ടാക്കിയെടുക്കലുണ്ട്. അതൊക്കെ തലേന്ന് തന്നെ ആ ഒരു മുളക് ചാറ് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും. അങ്ങനെയും ചെയ്യലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കറി തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കൂട്ടാറുണ്ട്. പിന്നെ കൂടുതലും ഇഡലിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കൽ. ഹസ്ബൻഡിൻ്റെ തറവാട്ടിലൊക്കെ ഇഡലി മസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഈസി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയെടുക്കൽ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ കാണിച്ച ഓരോ വിഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഈദപ്പം ഒക്കെ ഒരു വീഡിയോയിൽ തന്നെ കുറേ ചെയ്തതുണ്ട്. അതുപോലെ പുഡിംഗ് ആണെങ്കിലും കുറേ സംഭവങ്ങളൊക്കെ ഒറ്റ വീഡിയോയിൽ ചെയ്തതും സിംഗിൾ റെസിപ്പി ആയിട്ട് ചെയ്തതും ഒക്കെ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ കുടിക്കാൻ വരുന്നവർക്കൊക്കെ ഇങ്ങനെ കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കാസർഗോഡൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരും പെരുന്നാളിൻ്റെ അന്ന്. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിലും അതുപോലെ കുറച്ച് ദൂരത്തുനിന്നാണെങ്കിലും ഇങ്ങനെ നമ്മളെ പരിചയത്തിലും ബന്ധുക്കളും ഒക്കെ അങ്ങനെ പെരുന്നാളിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനും അവർക്ക് സെർവ് ചെയ്യാനും അങ്ങനെ അവരെ കൂടെ നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം ഉണ്ടാവാറില്ല അങ്ങനെ ആവുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതൊക്കെ തലേന്നും രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ രാവിലെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കലാണ് സാധാ കാസർഗോഡൊക്കെ. ഞാൻ ഇതുവരെ ബാംഗ്ലൂർ ആയിരുന്നു പെരുന്നാൾ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇതിപ്പോൾ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ, ഇപ്പോൾ പെരുന്നാളായിട്ടില്ലല്ലോ. അപ്പോൾ പെരുന്നാളിന് നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാണിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്രേപ്പി പൾപ്പാണ് കേട്ടോ. കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള പൾപ്പാണ്, അറേബ്യൻ പൾപ്പാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാം. ഈ ഒരു ഗ്രേപ്പി പൾപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ചില ആൾക്കാർ ജ്യൂസ് മാത്രം കഴിച്ചു പോകും. ചില ആൾക്കാർ കുറേ ഇരുന്ന് സംസാരിക്കാനൊന്നും അങ്ങനെ സമയം ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും അങ്ങനെ പോകുന്നതല്ല, അതുപോലെ എല്ലാ വീട്ടിലും കഴിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഴിക്കില്ല, ഒരു ഇച്ചിരി മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സൂഫ്ലായിട്ട് നമുക്ക് ബൗളിലിങ്ങനെ സൂഫ്ലായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഡ്രിങ്കായിട്ട് നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതും തലേന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ വാങ്ങിയതൊക്കെ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കസ്റ്റാർഡ് കഴിക്കുന്ന പോലെ ഒന്നുമല്ല ഇത് സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മിൽക്ക് മെയ്ഡും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൗളിൽ നമുക്ക് സൂഫ്ലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഗ്ലാസ്സിൽ ഡ്രിങ്കായിട്ട് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് ഡ്രിങ്കായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഈ ഫുഡ് സെർവ് ചെയ്യുന്നത് തന്നെ ഓരോ നാട്ടിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ പെരുന്നാളപ്പം മസ്റ്റാണ്. ഈ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും ഇതുപോലെ ഡ്രിങ്കോ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ കൊടുക്കും. അതുപോലെ പെരുന്നാളപ്പം മസ്റ്റാണ്, എല്ലാ വീട്ടിലും ഉണ്ടാവും പെരുന്നാളപ്പം ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ വേറെ ഇപ്പോൾ മലപ്പുറത്താണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവിടെയൊക്കെ ഇങ്ങനെ ഡെസേർട്ടാണ് എന്തെങ്കിലും കൊടുക്കുന്നത്, എന്തെങ്കിലും ഡെസേർട്ട് ഇങ്ങനെ കൊടുക്കും. പിന്നെ ഇങ്ങനത്തെ പെരുന്നാളപ്പം ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നും അവിടെ ഒന്നുമില്ല. അത് കാസർഗോഡ് മാത്രമാണ് കേട്ടോ ഈ ഒരു പെരുന്നാളപ്പത്തിൻ്റെ സംഭവം. ഒരുപാട് പെരുന്നാളപ്പങ്ങൾ ഉണ്ടാക്കി വെക്കലുണ്ട്. അത് നമുക്ക് കുറേ മുന്നേ ഉണ്ടാക്കി വെക്കാം അങ്ങനെ. പിന്നെ ഇതുപോലെ നമുക്ക് ഡെസേർട്ട് മാത്രം കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സംഭവമൊക്കെ അടിപൊളിയാണ്. നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ബൗളിൽ ഇങ്ങനെ കൊടുത്താൽ ഡെസേർട്ട് മാത്രം അങ്ങനെ കഴിച്ച് സൂഫ്ല പോലെ അങ്ങനെ കഴിച്ച് അങ്ങനെ പോവും. വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടെൻഡർ കോക്കനട്ട് സൂഫ്ലയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഈ സൂഫ്ലയായിട്ട് നമുക്ക് സെർവ് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള അളവ് നമ്മൾ സൂഫ്ലേക്ക് എടുക്കാതെ ഡ്രിങ്കായിട്ട് മാത്രം സെർവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30-35 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവാണ് കേട്ടോ. മൊത്തത്തിലുള്ള ഈ ഒരു ഡ്രിങ്കിൻ്റെ അളവ് നമുക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. തിക്കായിട്ട് വേണമെങ്കിൽ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ പിന്നെ കുറച്ച് പാൽ ചേർത്തിട്ട് ലൂസാക്കി എടുത്താലും മതി. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കാസർഗോഡ് ഉണ്ടാക്കിയെടുക്കാറുള്ള പെരുന്നാളപ്പം ഡ്രൈ സ്നാക്ക് നമുക്ക് കുറേ മുന്നേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് അപ്പങ്ങളുണ്ട്. ഈത്തപ്പഴം കായ്ച്ച എന്നറിയും. ഈ ഈന്തപ്പഴം പൊരിച്ചെടുക്കുന്നതിന് ഈത്തപ്പഴം കായ്ച്ച, അതുപോലെ കൊട്ട കായ്ച്ച എന്ന് വെച്ചാൽ കാഷ്യൂനട്ട് വെച്ചിട്ടുള്ള അപ്പമാണ്, ഫ്രൈ ആണ്. അതുപോലെ പൊരിയപ്പം, ചട്ടിപ്പത്തൽ, പൈസപ്പത്തൽ, പിന്നെ മറ്റേ നെയ്ക്കോല്, മുട്ടക്കേക്ക്, ഡാൽഡ കേക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബീഡിയപ്പം, കടല കായ്ച്ചത്, ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ബലയപ്പം കുറേയൊക്കെ ഞാൻ ചെയ്തതൊക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഒരുപാട് അപ്പങ്ങളുണ്ട്, പണ്ടേ ചെയ്യാറുള്ള അപ്പങ്ങൾ, 1, 2 അല്ല കേട്ടോ. കുറേ മുന്നേ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി, കുറേയൊക്കെ അധികം വീട്ടിലും ഉണ്ടാക്കി വെക്കലുണ്ട് കുറേ മുന്നേ. ഈ റംസാൻ്റെ സമയത്ത് മാത്രം ഇപ്പം നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് പെരുന്നാളപ്പം. ഇപ്പോൾ ഒക്കെ നമുക്ക് കിട്ടാനൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു ഇത് വേറെ തന്നെയാണ്. കുറേ മുമ്പേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കലും ഒരുങ്ങലും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഇത് വേറെ തന്നെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനെ പറ്റാറില്ല. പ്രത്യേകിച്ച് ഒരു റംസാനും കൂടി ഉള്ള സമയത്ത് നമുക്കങ്ങനെ, നോമ്പും കൂടി ഉള്ള സമയത്ത് അങ്ങനെ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ട പെരുന്നാളപ്പങ്ങളൊക്കെ എല്ലാത്തിൻ്റെതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നത് മാത്രം എടുത്ത് നിങ്ങൾ കണ്ടാൽ മതി. ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത്. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, മുളക് കറി തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചാൽ കാസർഗോഡ് പ്രത്യേകിച്ച് ഇതുപോലെ മുളക് കറി ഉച്ചക്കത്തേക്ക് നമ്മൾ ഗീ റൈസും കറിയുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ മുളക് കറി നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഒരു ചട്ടി ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ തലേന്ന്. നമുക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അത് കഴിക്കാം, അതുപോലെ ഉച്ചക്കത്തേക്ക് മുളക് കറി മാത്രമായിട്ടും ഉച്ചക്കത്തേക്ക് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മുളക് കറി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കറി ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇതുപോലെ നമ്മൾ മുളക് അരച്ചിട്ടൊക്കെ വറുത്തരച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തേങ്ങയാണെങ്കിലും നമ്മൾ വറുത്തരച്ച് ചേർത്ത് കൊടുക്കും പിന്നീട്. അപ്പോൾ അത് ചാറ് എന്ന രീതിയിൽ നല്ല കോംബോയാണ്. ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരിയുടെ കൂടെ നോമ്പിൻ്റെ സമയത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇങ്ങനെ വേണമെങ്കിലും തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാം നമുക്ക് മുളക് കറി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുപോലെയും ചെയ്യലുണ്ട് കേട്ടോ. ഗീ റൈസും പിന്നെ ഇതുപോലത്തെ കറിയും എന്തെങ്കിലും ഫ്രൈയും ഒക്കെ ആയിട്ട് സിമ്പിളായിട്ടുള്ള ലഞ്ചും ഉണ്ടാക്കിയെടുക്കലുണ്ട് പെരുന്നാൾ സമയത്ത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുളക് കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു മുളക് ചാറിലോട്ട് മൊത്തത്തിൽ അങ്ങനെ തേങ്ങ അരച്ച് ചേർക്കലല്ല. ഇതിൽ നിന്നും നമ്മൾ കുറച്ച് ചാറും മുളക് ചാറ് മാത്രം എടുത്തിട്ട്, തേങ്ങ അരച്ചത് കൂടുതൽ വേണം, മുളക് ചാറ് കുറച്ചാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന. നല്ല ടേസ്റ്റാണ് ഈ ഒരുപാട് അങ്ങനെ മുളക് ചാറ് ചേർത്ത് കൊടുക്കലില്ല. നെയ്ച്ചോറിനൊക്കെ ഭയങ്കര ഇത് കോംബോയാണ് കേട്ടോ ഈ ഒരു കറി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, നെയ്ച്ചോറിനാണെങ്കിലും പത്തിരിക്കാണെങ്കിലൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചെയ്തെടുക്കുമ്പോൾ കറിവേപ്പില എന്തായാലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മുളക് അരച്ച, ഇപ്പോൾ നമുക്ക് മട്ടൻ ആണെങ്കിലും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ നമുക്ക് സെയിം ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള കറിയും ഗീ റൈസുമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഈസി ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം. വലിയ പണിയൊന്നുമില്ല. നമ്മൾ മുളക് അരച്ചതൊക്കെ രാത്രി ഉണ്ടാക്കി വെച്ചാൽ, അല്ലെങ്കിൽ മുളക് അരച്ച് ആ ഒരു ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ആ ഒരു കറി തന്നെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാട്ടോ. അല്ലെങ്കിൽ തിളപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ രാവിലെ എടുത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഉച്ചക്കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ ഓക്കെ. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും നെയ്ച്ചോറ് മാത്രമല്ല കേട്ടോ, ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കും. നമുക്കെപ്പോഴും ഇങ്ങനെ ബിഗിനേഴ്സിനൊക്കെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ വരലുണ്ട്. ഈ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കുക്കറിൽ എത്ര റൈസ് വേകും, 1 കിലോ വേകുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ പലപ്പോഴും വരലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിന്. ഓരോ പാത്രത്തിലും നമുക്ക് 5 ലിറ്ററിൻ്റെ ഒരു പാത്രമാണെങ്കിൽ അതിലെത്ര റൈസ് വേകും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാ ഗീ റൈസും ഈ ഒരു ഗീ റൈസിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറി നല്ല ബെസ്റ്റ് കോംബോയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, പാത്രത്തിൻ്റെ അളവൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെരുന്നാൾ സമയത്തൊക്കെ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വരേണ്ടി വരാറുണ്ടല്ലോ. ഉച്ചയ്ക്ക് ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് ലഞ്ച് സമയത്തൊക്കെ വരുമ്പോൾ നമ്മൾ ലഞ്ചും കൂടെ സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിരിയാണി ഇത് തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് മുമ്പത്തെ സമയത്ത് ഉണ്ടാക്കിയതായിന്, പെരുന്നാൾ സമയത്ത് അങ്ങനെ ആ ഒരു സമയത്ത് എന്തോ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ തലശ്ശേരി ദം ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെയല്ല ഇത് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്, കുറച്ച് മാറ്റമുണ്ട്, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഒരു 3 കിലോ റൈസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കൊരു 20-25 പേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഈ ഒരു ബിരിയാണി. 3 കിലോ റൈസും 4 കിലോ നമ്മൾ മട്ടനോ അല്ലെങ്കിൽ 4 കിലോ ബീഫ് വേണമെങ്കിൽ ബീഫ് എടുക്കാം, ചിക്കൻ വേണമെങ്കിൽ 4 കിലോ ചിക്കൻ എടുക്കാം. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ്. 3 കിലോ അല്ലെങ്കിൽ 3.5 കിലോ എടുക്കാം, അല്ലെങ്കിൽ 4 കിലോനെ എടുക്കാം. റൈസ് 3 കിലോൻ്റെ അളവാണ്. ഇതിലുള്ള മസാലയൊക്കെ 3 കിലോൻ്റെ അളവാണ് കേട്ടോ. നമുക്കൊരു 25 പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് സെർവ് ചെയ്യാം ഈ ഒരളവിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ബിരിയാണി അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് തട്ടിക്കൂട്ടി വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന പണി മാത്രമാണ്. ഈ ഒരു സവാള
നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു കറുമുറ സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല പിസ്ത രീതിയിൽ മൊത്തത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സവാളയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ സവാള അരിഞ്ഞ് വാട്ടിയെടുക്കുന്ന പരിപാടിയില്ല. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് തലേന്ന് തന്നെ അല്ലെങ്കിൽ ഒരു 2-3-4 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കാം ഫ്രൈ ചെയ്തിട്ട്. നമുക്ക് മസാലയൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ കുറച്ച് ഈസിയാകും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്യുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മിക്സിങ്ങൊക്കെ നമുക്ക് രാത്രി വെക്കാം. എന്നിട്ട് രാവിലെ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി. പിന്നെ എളുപ്പമാണ് കേട്ടോ. ഇനി വേറെ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 3 കിലോൻ്റെ അല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു സെയിം ബിരിയാണി 1 കിലോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോന് നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 1 കിലോൻ്റെ അളവ്. അപ്പോൾ 1 കിലോൻ്റെത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയുടെ റെസിപ്പിയും അത് 1 കിലോൻ്റെ അളവിലുള്ള റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടാക്കി വെക്കലില്ല നമ്മൾ ലഞ്ചിൻ്റെ സമയത്ത്. ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ നെയ്ച്ചോറും കറി. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ ഫുൾ ചിക്കൻ ഫ്രൈ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുൾ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ നമ്മളിത് ഓവനിലൊന്നുമല്ല, നമ്മൾ ഗ്യാസ് അടുപ്പിൽ തന്നെ പാത്രത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഈ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ. ഗ്രില്ല് ചെയ്യുന്ന രീതിയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതി, ആ ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഡെസേർട്ട് എന്തെങ്കിലും പുഡിങ്ങോ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാക്കി വെക്കലുണ്ട്. നമുക്ക് മുന്നേ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ ഒരു പുഡിങ്. ഇതിപ്പോൾ മിൽക്ക് പുഡിങ്ങാണ് കേട്ടോ. ഈ ഒരു ഇതിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ള മിൽക്ക് പുഡിങ്ങാണ്. അതുപോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു പുഡിങ്. നമുക്ക് പാല് പിരിഞ്ഞു പലരും പറയലുണ്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ചേർക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിന്. അതുപോലെ ഇതിലും ഞാൻ എല്ലാ വീഡിയോസ് പുഡിങ് ചെയ്യുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പുഡിങ്, അതുപോലെ റസ്ക് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമി പുഡിങ്, അങ്ങനെ ഒരുപാട് ബട്ടർ പുഡിങ് ആണെങ്കിൽ ബട്ടർ പുഡിങ്, ടോഫി പുഡിങ് ആണെങ്കിൽ ടോഫി പുഡിങ്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ തുർക്കിഷ് മിൽക്ക് പുഡിങ്, ഒരുപാടുണ്ട് പുഡിങ്. ഇതിലിപ്പോൾ ഞാൻ മിൽക്ക് പുഡിങ്ങാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും മാത്രം മതി കേട്ടോ, പാലും ചൈന ഗ്രാസും. അല്ലാത്ത നമുക്കിതിലോട്ട് ഫ്രൂട്ടിൻ്റെ ഫ്ലഷോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. പുഡിങ് നമുക്ക് ചെറിയ ബൗളിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കാണുമ്പോൾ കഴിക്കാനും അങ്ങനെ സെർവ് ചെയ്യുന്ന കാണുമ്പോഴും ഒരു ഭംഗി തന്നെയാണ്. പൈനാപ്പിൾ പുഡിങ് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിന്. ഇതിലും ഞാനിപ്പോൾ ഡീമോൾഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു പുഡിങ്. എല്ലാ പുഡിങ്ങിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചിലത് ഒരു വീഡിയോയിൽ തന്നെ 3 പുഡിങ് 4 പുഡിങ്ങൊക്കെ ഉള്ളതും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് തരം പുഡിങ് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ 2, 3, 4 ഒക്കെ ഉണ്ടാവും. അതിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ആ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പുഡിങ് ഉണ്ട് എന്നുള്ളത്. സിംഗിൾ റെസിപ്പി ചെയ്തതും അതുപോലെ കുറേയൊക്കെ ഇങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ കുറേ ചെയ്തതും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏത് പുഡിങ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഈ ഒരു മിൽക്ക് പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഈ ഒരു മിൽക്ക് പുഡിങ്. പിന്നെ ബട്ടർ പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ടോഫി പുഡിങ് നമ്മൾ മിൽക്ക് മെയ്ഡ് ടോഫി ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തുർക്കിഷ് മിൽക്ക് പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ മിൽക്ക് കേക്കൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ്. അതല്ലാത്ത നമ്മൾ വാങ്ങുന്ന റെഡിമെയ്ഡ് കേക്കോ ബ്രെഡോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പുഡിങ്ങും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ
അപ്പോൾ ഇതിൽ ഒരു പെരുന്നാളിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് വിഭവങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്തിട്ട് അത് നിങ്ങൾ ഈ ഒരു പെരുന്നാളിന് പ്ലാൻ ചെയ്യുക. എന്തൊക്കെ ഈ പെരുന്നാളിന് ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുറത്തൊക്കെ താമസിക്കുന്ന മക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്